So hello guys, welcome back to my new video. ഈ ഒരു വീഡിയോയിൽ നമ്മൾ M164 അതേപോലെ തന്നെ M416നെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് M16 പ്രോപ്പറായിട്ട് എങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റും, M16ൻ്റെ പ്രോപ്പർ യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ ഫയറിംഗ് സ്പീഡ് M416ഉം അതേപോലെ തന്നെ M164ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ടാപ്പിംഗ് നോർമലി നോക്കുകയാണെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്, 1-1-1-1 പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടാപ്പിംഗ് സ്റ്റൈൽ മൊത്തമായിട്ട് മാറും. M164ൻ്റെ ടാപ്പിംഗ് സ്പീഡ് നിങ്ങൾ M416 സ്പ്രേ ചെയ്യുന്ന ആ ഒരു സെയിം സ്പീഡിലേക്ക് എത്തും. സോ ഈ ഒരു മിസ്റ്റേക്സ് എന്തായാലും നമ്മൾ ചെയ്തത്, നമ്മൾ ഇനി എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ നമുക്ക് ടൈം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക M164ൻ്റെ സ്പ്രേൻ്റെ സ്പീഡ്. ഈ ഒരു സെയിം സ്പ്രേയുടെ സ്പീഡ് നമ്മൾ M416 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഡിഫറൻസ് വരുന്നത് നിങ്ങൾ തന്നെ കൃത്യമായിട്ടൊന്ന് നോക്കുക. അടുത്തത് നമുക്ക് M4 വെച്ചിട്ട് ഈ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഈ ഒരു സെയിം ടൈമിൽ തന്നെ ഏകദേശം M4 സ്പ്രേ ചെയ്ത് തീരുന്നതിനെക്കാട്ടും കുറഞ്ഞ ടൈമിലാണ് 1 എത്രയോ സെക്കൻഡ്സിൻ്റെ ഡിഫറൻസിൽ വേണമെങ്കിൽ നമുക്ക് M164ൻ്റെ സ്പ്രേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനുള്ള ഡ്രിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിരുന്ന് കണ്ടിട്ട് പഠിക്കുക. സോ നമുക്ക് ആദ്യം ബേഴ്സ് മോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്ക് എന്താണ്, അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇത്രയും കാലം ബേഴ്സ് മോഡിൽ നമ്മൾ ഫയർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാപ്പിംഗ് ആണ്. മീൻസ് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് നമ്മൾ ഫിംഗർ എടുത്ത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഫിംഗർ എടുത്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ M164 പോലുള്ള ഗണ്ണിൻ്റെ ബേഴ്സ് മോഡ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് വലിക്കുക. താഴോട്ട് വലിച്ചതിന് ശേഷം വീണ്ടും ഫയർ ബട്ടണിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന പോലെയാണ്, നമ്മൾ തോണ്ടുന്ന പോലെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്ലൈഡ് ചെയ്യില്ലേ, നമ്മൾ എന്താ പറയുന്നത്, സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന പോലെ തന്നെ ആ ഫയറിംഗ് ബട്ടൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് താഴോട്ട് വലിച്ച് നെക്സ്റ്റ് വീണ്ടും അതിൽ പ്രസ് ചെയ്ത് താഴോട്ട് വലിച്ചിട്ടാണ് M164 പോലുള്ള ഗണ്ണ് ബേഴ്സ് മോഡിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ടാമത് M164ൻ്റെ ടാപ്പിംഗ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രിക്കാണ് ജിറ്റർ ഫയറിംഗ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ജിറ്റർ ടാപ്പിംഗ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ജിറ്റർ ടാപ്പിങ്ങിൽ നോക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സ്ക്രീൻ ഷേക്കിംഗ് ആണ്. നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ച് ഫയർ ചെയ്യുന്ന പ്ലേയേഴ്സിനുള്ള എന്താ പറയുന്ന ജിറ്റർ ടാപ്പിംഗ് സ്റ്റൈലാണത്. നമ്മൾ സ്ക്രീൻ ഷേക്ക് ചെയ്യുന്നത്, നമ്മൾ തമ്പ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ യൂസ് ചെയ്യാതെ നമ്മളെ ഫോൺ നമ്മൾ ഷേക്ക് ചെയ്തിട്ട് നമ്മളെ ഫിംഗറിനെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ജിറ്റർ ടാപ്പിങ്ങിലെ സ്ക്രീൻ ഷേക്കിംഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാപ്പിംഗ് ആണ്. ഞാൻ എൻ്റെ തം ഫിംഗർ വെച്ചിട്ട് ടാപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. ഈ രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിറ്റർ ടാപ്പിംഗ് അതേപോലെ തന്നെ തമ്പിൻ്റെ ടാപ്പിംഗ്, നമുക്ക് ജിറ്റർ ടാപ്പിംഗ് തന്നെ നമുക്ക് തമ്പിലും ഇൻഡെക്സ് ഫിംഗറിലും ചെയ്യാൻ പറ്റുന്നത് ഒന്ന് സ്ക്രീൻ ഷേക്കും അതേപോലെ തന്നെ നമുക്ക് തമ്പ് വെച്ചിട്ടുള്ള ടാപ്പിംഗ് വെച്ചിട്ടാണ്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമുക്കതിൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബേഴ്സ് മോഡ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഈ ടാപ്പിംഗ് പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കൈ എടുക്കാൻ പാടില്ല. ബേഴ്സ് മോഡിലിടുന്ന സമയത്ത് M164 യൂസ് ചെയ്യുമ്പം നമ്മൾ ടാപ്പ് ചെയ്തിട്ട് കൈ എടുക്കാൻ പാടില്ല. സ്ക്രീൻ ഷേക്ക് നമ്മൾ സ്ക്രീനിൽ ഒരു പ്രാവശ്യം നമ്മൾ അതിൻ്റെ കൺട്രോൾസിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നെക്സ്റ്റ് വീണ്ടും സ്ക്രാച്ച് ചെയ്ത് നെക്സ്റ്റ് വീണ്ടും സ്ക്രാച്ച് ചെയ്ത് നെക്സ്റ്റ് വീണ്ടും സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ ഫിംഗർ വെച്ചിട്ട്. ഇൻഡെക്സ് ഫിംഗർ ആണെങ്കിലും തം ഫിംഗർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ മുകളിൽ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇത് അതിൻ്റെ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രില്ലാണ്. സോ മാക്സിമം നിങ്ങൾ രണ്ട് സ്പ്രേ ഒരു ബോർഡിൻ്റെ മുകളിൽ കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് M164 M4 നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ട്രാൻസ്ഫർ നമ്മൾ യൂഷ്വലി എല്ലാത്തിനും ഡ്രില്ല് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡിൻ്റെ അടുത്തും അതേപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സൈഡ് ബോർഡ്സിൻ്റെ അടുത്തും നമ്മൾ
പ്രോപ്പറായിട്ട് ഹെഡ് മാത്രം എയിം ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. ആൻഡ് അടുത്തത് സെയിം സിംഗിൾ ടാപ്പിംഗ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. കാരണം നമുക്ക് ടാപ്പിംഗ് മാത്രം പോരാ, ടാപ്പിങ്ങും ബേഴ്സ് മോഡും സ്പീഡായാൽ മാത്രം പോരാ, നമുക്ക് ആക്യുറസി കൂടെ നല്ല രീതിക്ക് സ്പീഡാകണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിൽസ് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കറക്റ്റായിട്ട് ആലോചിച്ച് വെക്കുക, നമ്മൾ ഇനി സ്ക്രാച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ക്രാച്ചിങ് ആണ് ബേഴ്സ് മോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ലോങ് റേഞ്ചിലുള്ള സ്പ്രേ നമ്മൾ നോർമലി M4ന് ചെയ്യുന്ന സെയിം ആംഗിളിൽ വന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ആംഗിളിൽ വന്നിട്ട് നമുക്ക് ബേഴ്സ് മോഡിലിട്ടിട്ട് നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. ആൻഡ് സെയിം നമുക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വീണ്ടും തോന്നുകയാണെങ്കിൽ നിങ്ങൾ M4 വെച്ചിട്ടും സെയിം ഒരു കാര്യം കമ്പയർ ചെയ്ത് നോക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്ലീസ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കാരണം ഇതുപോലുള്ള നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ ഇതിനും അടിപൊളി വീഡിയോസായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നതാണ്. സോ ടിൽ ദാറ്റ്, it's bye from VOX BLVCK.